അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു, ഖംസ് മിൻ അലാമത്തി ശിഖാഇ, പരാജിതരുടെ ചില അടയാളങ്ങൾ ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള സ്വഭാവം എന്നിലുണ്ടെങ്കിൽ ഞാൻ പരാജിതനായി പോകുമെന്നുള്ള പേടിയോടുകൂടെ അതിൽ നിന്ന് പിന്തിരിയാനാണ് നാം നോക്കേണ്ടത്. ഒന്നാമത്തത് അൽ ഖസ്വത്ത് ഫിൽ ഖൽബ്, ഖൽബിലുള്ള ആ കടുപ്പം, ഹൃദയം കഠിനമാവുക എന്നുള്ളത്. അത് അല്ലാഹുവിൻ്റെ വലിയൊരു ശിക്ഷയാണ്. നാം ചെയ്യുന്ന ദോഷങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ അള്ളാഹു ചെയ്യുന്ന വലിയൊരു ശിക്ഷയാണ്. നമ്മുടെ കൽബ് ഇങ്ങനെ കടത്തുപോവുക. പിന്നെ ഒന്നും നല്ലത് ചെയ്യാനുള്ള താല്പര്യമോ നല്ലത് കേൾക്കാനുള്ള താല്പര്യമോ നമ്മളെ കൽബിൽ ഇല്ലാതെയാൻ പോകുന്നു. കൽബിങ്ങനെ നന്നാകുമ്പോഴാണ് എല്ലാത്തിനും താല്പര്യമുണ്ടാവുക. അപ്പോൾ ഏറ്റവും വലിയ പരാജയയുടെ അടയാളമാണ് കൽബ് കഠിനമാവുക എന്നുള്ളത്. രണ്ടാമത്തത് വജുമൂദുൽ ഐനി, കണ്ണീർ വറ്റിയ കണ്ണുണ്ടാവുക എന്നുള്ളത് വല്ലാത്തൊരു വിഷയമാണ്. കണ്ണിൽ ഒരു കണ്ണീരുണ്ട്. എപ്പോഴാണ് ആ കണ്ണീര് വരേണ്ടത്? അല്ലാഹുവിനെ ഓർത്തിട്ടാണ്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. ഒന്ന് നമ്മളോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ചോദിച്ചു നോക്ക്. ഈ അടുത്തായി എപ്പോഴെങ്കിലും അല്ലാഹുവിനെ ഓർത്തിട്ട്, എൻ്റെ പാപങ്ങളെ ചിന്തിച്ചിട്ട്, ആഖിറത്തിൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നോർത്തിട്ട് എപ്പോഴെങ്കിലും നാം ഒന്ന് ഒരല്പം ഒരു തുല്യെങ്കിലും കണ്ണീര് വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് പരാജയതയുടെ അടയാളമാണ്. വരുത്താൻ നോക്കണം, ശ്രമിക്കണം. ശരിക്കൊന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർത്താൻ, ശരിക്കൊന്ന് ഖബറിനെ കുറിച്ച് ഓർത്താൻ, ശരിക്കൊന്ന് ആഖിറത്തിനെ ഓർത്താൻ, ഏത് രീതിയിലുള്ള കട്ടി മനസ്സാണെങ്കിലും കണ്ണീര് വരും, ഉറപ്പാണ്. വേണ്ടതുപോലെ ചിന്തിക്കാത്തത് കൊണ്ടാണ്, വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കണ്ണീര് വരാത്തത്. ഏതൊരു മനുഷ്യനും കണ്ണീര് വരും. ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം, മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കണം. അതേപോലെ മൂന്നാമത്തത് വഖില്ലത്തുൽ ഹയാ, നാണം കുറയുക, നാണമില്ലാതിരിക്കുക. അതും പരാജിതരുടെ സ്വഭാവമാണ്. അത് ഒരാൾക്ക് നാണം ഉണ്ടാകുമ്പോൾ, ഹയാ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു കാവലാണ്. അയാൾ പലപ്പോഴും തെറ്റിലേക്ക് പോകുമ്പോൾ അയാളുടെ നാണം, അയാളുടെ ഹയാ അതിനെ തടഞ്ഞു നിർത്തും. ഹയാ ഇല്ലാത്തവൻ അവനെന്തും ചെയ്യും. അവൻ പിന്നെ ചിന്തിക്കുന്നത് ആരറിഞ്ഞാൽ എന്താ, ആര് മനസ്സിലാക്കിയാൽ എന്താ, എൻ്റെ കുടുംബത്തിന് അറിഞ്ഞാൽ എന്താ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെന്തും ഇവിടെ ചെയ്തു കൂട്ടും. അത് പരാജിതന്റെ സ്വഭാവമാണ്. പിന്നൊരു കാര്യമാണ് അമൽ, ദുനിയാവിനോടുള്ള ആഗ്രഹം, ധാരാളം കൊതികൾ ഉണ്ടാവുക എന്നുള്ള. എത്ര കിട്ടിയാലും, എത്ര നിയമത്തുകൾ ഉണ്ടായാലും, എങ്ങനത്തെ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായാലും ഇതൊന്നും മതിയാകുന്നില്ല. പിന്നീട് അവൻ്റെ കൊതികൾ എങ്ങനെ കൂടുകയാണ്, ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ എങ്ങനെ കൂടുകയാണ്, ആഖിറത്തിനോടുള്ള ഒരു ആഗ്രഹം അവൻ്റെ കൽബിൽ വരാതിരിക്കുകയാണ്. പരാജിതരുടെ ലക്ഷണമെന്ന് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ശരിയാംശമെങ്കിലും നമ്മളെ കൽബിലുണ്ട്. നമ്മളങ്ങനെ ആയി പോവുകയാണ് ദോഷം ചെയ്ത കാരണത്താൽ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഈ എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കാൻ നോക്കണം. അതിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടേണ്ടത് അത് നാം ചിന്തിച്ച് ഒരു നല്ലൊരു വഴിയിലേക്ക് എത്തിപ്പെടാൻ നോക്കണം. ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.